കണ്ണൂരിൽ വ്യാപാരോത്സവത്തിന്റെ കൂപ്പൺ സ്വീകരിക്കാത്തതിന് ഭീഷണിയെന്ന പരാതി തള്ളി വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കൂപ്പൺ സ്വീകരിച്ച ശേഷം തന്റെ കടയിലെത്തി കുഴപ്പമുണ്ടാക്കുകയാണ് ഉണ്ടായതെന്നും ഇത് ചോദ്യം ചെയ്തതിനെതിരെ വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാജ പരാതി നൽകുകയാണ് ചെയ്തതെന്നും ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് കെ.വി. സലിം പറഞ്ഞു. കണ്ണൂർ ദസറയുടെ ഭാഗമായി തയ്യാറാക്കിയ കൂപ്പൺ കോർപ്പറേഷൻ അധികൃതർ നേരിട്ടാണ് വിതരണം ചെയ്യുന്നതെന്നും താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ മണ്ഡലം പ്രസിഡന്റ് കെ.വി. സലീം പറഞ്ഞു. കണ്ണൂർ ജനത ഒറ്റക്കെട്ടായി നടത്തുന്നതാണ് കണ്ണൂർ ദസറയും വ്യാപാരോത്സവവും. അതിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രവർത്തനം. കോർപ്പറേഷൻ അധികൃതരാണ് കൂപ്പൺ കൃഷ്ണ ക്യാഷ് ആൻഡ് ക്യാരി എന്ന സ്ഥാപനത്തിൽ നൽകിയത്. കടയിലുള്ളവർ അത് സ്വീകരിക്കുകയും ചെയ്തു. ഇതിന്റെ ഫോട്ടോയും എടുത്തു. അതിനുശേഷം തന്റെ കടയിലെത്തി ആ കൂപ്പൺ വലിച്ചെറിയുകയും ഭീഷണിപ്പെടുത്തുകയുമാണ് ചെയ്തതെന്നും ഇത് ചോദിക്കാനാണ് ആ കടയിൽ താൻ പോയതെന്നും ആരെയും നിർബന്ധിച്ച് കൂപ്പൺ എടുപ്പിച്ചിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും കെ.വി. സലീം പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം മുന്നേ കോർപ്പറേഷന്റെ ദസറയുമായി ബന്ധപ്പെട്ട് വ്യാപാരികളും കോർപ്പറേഷനുമായി സംയുക്തമായി നടത്തുന്ന ഒരു വ്യാപാരോത്സവമാണ്. അതിൻ്റെ കൂപ്പൺ വ്യാപാരി നേതാക്കളും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും ഒന്നിച്ചടക്കമാണ് ഈ സ്ഥാപനത്തിൽ കൊണ്ടുപോയി കൊടുത്തത്. അവർ വളരെ സന്തോഷപൂർവ്വം അത് കൈപ്പറ്റുകയും അവർ വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നീടാണ് അതിൻ്റെ ഉടമ അവിടെ ഇല്ല എന്ന് പറയുകയും പിറ്റേന്ന് രാവിലെ ഉടമ ഈ കൂപ്പൺ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥാപനത്തിൽ എൻ്റെ ഷോപ്പിൽ വന്നുകൊണ്ട് വളരെ മോശമായി സംസാരിച്ചു. രണ്ടാമത് നമ്മളെ കൂടെ വന്ന ആളുകളുടെ ഷോപ്പിലും പോയി വളരെ മോശം, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. അവിടെ വളരെ മോശമായി തന്നെ ഇവർ സംസാരിക്കുന്ന ഒരു ദൃശ്യം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ അവരെയും കൂട്ടി, നമ്മുടെ ഷോപ്പിൽ മാത്രം വിഷയമില്ല, മറ്റൊരു ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പോയി സംസാരിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ പോയി സ്ഥാപനത്തിൽ പോവുകയും അതിൻ്റെ ഉടമയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ ഉടമയെ വിളിക്കുന്നതിന് പകരം ഈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി അന്ന് കൊടുത്ത കൂപ്പൺ നേരെ തിരിച്ച് നമ്മൾക്ക് നേരെ എറിയുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞത് ഇത് നമ്മളുടെ വീട്ടിലേക്ക് നമ്മളുടെ സംഭാവനയോ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള സംഭാവനയല്ല. ഒരു കാരണവശാലും നമ്മൾ അസഭ്യം പറഞ്ഞിട്ടില്ല. അസഭ്യം പറഞ്ഞതിനാൽ ഇവർക്ക് വർഷങ്ങൾക്ക് ഉണ്ടായ വലിയൊരു പ്രയാസങ്ങൾ ഇവരുണ്ടായ സമയത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കോഴിക്കോട് നിന്ന് ഇവരുടെ കടയിലേക്ക് അനധികൃതമായി വന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അന്ന് വലിയ വിഷയങ്ങൾ ഉണ്ടായപ്പോഴും നിങ്ങളെ സംരക്ഷിച്ചൊക്കെ നമ്മൾ തന്നെയാണ്. നമ്മൾ അവരിൽ നിന്ന് കട്ടൻ ചായ വലിയ ₹1 സംഭാവനയോ ഇന്നേ വരെ അവരിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല. എൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശമായ പ്രവർത്തനം ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഏതെങ്കിലും ₹1 നമ്മൾ വാങ്ങിച്ചു എന്നുള്ളത് തെളിയിക്കുന്നുണ്ടെങ്കിൽ പൊതു പ്രവർത്തനം ഞാൻ നിർത്തിവെക്കും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. ഇത്ര കൂപ്പൺ എടുക്കണമെന്ന് ഒരു വ്യാപാരിയെയും കോർപ്പറേഷനോ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോ നിർബന്ധിച്ചിട്ടില്ല. അവരവർക്ക് ഇഷ്ടമുള്ള അത്രയും കൂപ്പണുകൾ എടുത്താൽ മതിയെന്നാണ് പറഞ്ഞത്. വ്യാജ പ്രചരണത്തിലൂടെ കണ്ണൂരിലെ ജനകീയോത്സവത്തിന്റെ നിറം കെടുത്തരുതെന്നും കെ.വി. സലീമും മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഫി മുണ്ടേരിയും ട്രഷറർ മൂസ ഷിഫിയും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.